ഇന്നത്തെ എൻ്റെ നോയമ്പേറ് എന്നാണെന്നറിയാമോ? ചക്കക്കുരും മാങ്ങയും മുരിങ്ങയ്ക്കായും കൂടെ ചാറ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, എന്നാൽ പോലും ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുക. അപ്പം ഇന്നത്തെ എൻ്റെ നോയമ്പിലെ ഒരു കറിയും കൂടെ ആവില്ലേ, അപ്പം അങ്ങനെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വായോ. മുരിങ്ങയ്ക്കായുണ്ട്, മാങ്ങയുണ്ട്, അതിവിടെ ഇരിക്കട്ടെ. ആദ്യം തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടാണ് വേവിക്കുക, എന്നാൽ പിന്നെ വേഗം ആകുമല്ലോ. എന്നിട്ട് മുരിങ്ങയ്ക്കായും മാങ്ങയും അതിന് ശേഷം ഇത് വെന്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അപ്പം ആ പാകത്തിന് ഇങ്ങനെ കിട്ടും. ഇതാ ചക്കക്കുരു ഇട്ടേ, എരിവിന് പാകത്തിന് 3 പച്ചമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില അതും ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇടാവേ. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാം. ഇതാദ്യം ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയത്ത് നമുക്ക് മുരിങ്ങയ്ക്കായും നല്ല മൂവാണ്ടമാങ്ങയാണ്, അതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടാവും. ചക്കക്കുരു മാങ്ങ കറിക്ക് ഒരുപാട് പുളി വേണ്ട കേട്ടോ. ഇതിൻ്റെ ഒരു പൊളപ്പെടുത്താൽ മതി, കുറച്ച് കറിയിലേ ഉള്ളൂ. പിന്നെ ഒരു മുരിങ്ങയ്ക്കായും മതി. അപ്പം അത് നമുക്ക് അരിഞ്ഞു വെക്കണം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ചെറിയുള്ളി, ഇത് നന്നായിട്ട് അരച്ചെടുക്കണേ. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കറി വയ്ക്കാം. നമ്മുടെ ചക്കക്കുരുവൊക്കെ 2-3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായി നോക്കാവേ. വെന്തിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ നിന്ന് ഇതിലേക്ക് അങ്ങ് തട്ടിയേക്കാം, മൺചട്ടിയിലേക്ക് തട്ടിയേക്കാം. കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. അത് വെള്ളമൊക്കെ നിങ്ങൾ ആദ്യം വെക്കുന്നതനുസരിച്ച് കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു എന്നുള്ളേ. ഇതാ നോക്കിയേ, ഒരു പുളപ്പ് മാങ്ങ എടുത്തിട്ടുള്ളേ, നല്ല പുളിയുള്ള മാങ്ങ. നമ്മൾ കറിക്ക് ഒരുപാട് പുളി വേണ്ട കേട്ടോ. മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ടു. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വേകട്ടെ, മൂടി വയ്ക്കാം. നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ചെമ്മീനും കൂടെ ഒന്ന് ഇടുമായിരുന്നേ, അടിപൊളിയായതിനെ അല്ലേ. പക്ഷെ നോമ്പായതുകൊണ്ട് അത് വേണ്ട. ഇനി എന്തേ നമുക്ക് നമ്മൾ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഉപ്പും ഒക്കെ ഒന്ന് നോക്കണേ. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടാം. ഇത്ര ഉപ്പും കൂടി ഇട്ടേ. അതൊന്ന് തിളച്ച് വരുന്നോട്ടെ. ചെറുതായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് ഇച്ചിരി കടുകൊന്ന് പൊട്ടിക്കാം. ചൂടായപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ചെറിയുള്ളി മൂത്ത് വന്നപ്പം വറ്റൽമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, കറിയിലേട്ട് ഒഴിച്ചേക്കാം. നമ്മുടെ ഒരു അടിപൊളി ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാട്ടിലൊക്കെ സീസൺ കറി എന്ന് പറയും. അങ്ങനെ നമ്മുടെ സീസൺ കറി, ചക്കയുടെ കാലമായാൽ സീസൺ കറി എന്ന് പറയും. സീസൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.